ഹലോ ഗായ്സ്, നമുക്ക് ഇന്ന് കുറച്ച് ഞണ്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഞണ്ട് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇത് കായലിലെ ഞണ്ടാണ്. നല്ല ടേസ്റ്റുള്ള ജീവനുള്ള ഞണ്ടാണ്. അപ്പോൾ ഇത് ക്ലീൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതുപോലെ നമ്മളിന്ന് ഞണ്ട് ഫ്രൈ പോലെ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതും കാണാം. ഇതിൻ്റെ കാലൊക്കെ നല്ല നമ്മൾ വെട്ടുമ്പോൾ സൂക്ഷിച്ച് വെട്ടിയില്ലെങ്കിൽ നമ്മൾ കയ്യിലൊക്കെ കയറി പിടിക്കും. അതുകൊണ്ട് സൂക്ഷിച്ച് ചെയ്യേണ്ടതാണ്. ഇത് പക്ഷേ നല്ല ടേസ്റ്റ്, ഇതിനകത്ത് നല്ല മാംസമുള്ള ഞണ്ടായതിന് കൊണ്ട് നല്ല ടേസ്റ്റാണ്. അതിനൊക്കെ തന്നെ നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക. കാലൊക്കെ വെട്ടിയിട്ടിട്ടും ജീവനോടെ കിടക്കുന്നുണ്ടോ. അപ്പോൾ നല്ല ജീവനുള്ള ഞണ്ടാണ്. അപ്പോൾ ഇത് നമുക്ക് കിലോ കണക്കിനാണ് മേടിക്കാൻ കിട്ടുക. ഇവിടെ അങ്ങനെയാണ് വാങ്ങിക്കാറുള്ളത്. അപ്പോൾ ഇന്ന് നമുക്ക് 1 കിലോ ചില്ലറയാണ് ഇത് കിട്ടിയിരിക്കുന്നത്. ഇതിനകത്ത് മീൻമുട്ട പോലുള്ളൊരു ഇതാണ് ആ മഞ്ഞ കളറിൽ കാണുന്നത്. അതും കറിയിലിട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. ഇത് ഏറ്റവും കൂടുതൽ റോസ്റ്റ് ചെയ്യാറാണ് ചെയ്യുന്നത്. പിന്നെ ചിലർ തേങ്ങ അരച്ച് കറി വെച്ച് കഴിക്കാറുമുണ്ട്. അപ്പോൾ നമ്മൾ ഇത് 2 രീതിയിൽ ചെയ്ത് കഴിക്കുന്നുണ്ട്. ഈ ഞണ്ട് കഴിച്ചിട്ടുള്ളവർ കമൻറ്റ് ചെയ്യുക. അതുപോലെ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ കൊച്ചുള്ളി, സവാള, തക്കാളി, പച്ചമുളക് എല്ലാം കൂടെ അരിഞ്ഞ് ഒരുമിച്ച് ഇതിനകത്ത് ചേർത്തിട്ടാണ് നമ്മൾക്ക് പെട്ടെന്ന് നമ്മൾ കറി വെക്കാൻ വേണ്ടിയിട്ടാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മസാലപ്പൊടി, കുരുമുളക് പൊടി ഇതെല്ലാം ചേർത്ത് വേവിക്കുകയാണ് ചെയ്യുന്നത്, കറിവേപ്പില എല്ലാം ഇട്ടിട്ട്. അപ്പോൾ നമുക്ക് ഇത്രയും തൽക്കാലം നമുക്ക് മല്ലിപ്പൊടി എല്ലാം ഇട്ടിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. നമ്മുടെ എരിവിനനുസരിച്ചിട്ടിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ കറി നമ്മൾ റെഡിയാക്കുകയാണ്. പിന്നെ നമുക്ക് കറിക്ക് കൂടെ നമ്മൾ കപ്പയും കൂടെ വേവിക്കുന്നുണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും മുമ്പോട്ട് പോകാൻ വേണ്ടി എല്ലാവരും സപ്പോർട്ട് ആവശ്യമാണ്. എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ നമുക്ക് വേണമെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ആഡ് ചെയ്യാം. കുറച്ച് വെള്ളം ഒഴിക്കണം, കാരണം കുറച്ച് വേവുണ്ട്, ഞണ്ട് കുറച്ച് വേവണമല്ലോ. അങ്ങനെ നമ്മൾ അടുപ്പിൽ വെച്ചു. പിന്നെ നമ്മുടെ അടച്ച് വെച്ച് വേവിക്കണം. നമ്മുടെ ഞണ്ട് പിന്നെ റെഡിയായി. അപ്പോൾ ഇതാണ്